ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയുമായി ബന്ധപ്പെട്ട് സമ്മിശ്രമായ പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. മത്സരാർത്ഥി എത്ര നന്നായി പെർഫോം ചെയ്തിട്ടും കാര്യമില്ല എന്നും അന്തിമമായിട്ട് ജഡ്ജസിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ ഒരു അഗ്നി പരീക്ഷയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതുമാണ് അഗ്നി പരീക്ഷ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ആത്യന്തികമായിട്ട് ജഡ്ജസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ആര് ഈ പെൻഡന്റ് നേടണം, ആര് വിജയിക്കണം, ആര് പുറത്തു പോകണമെന്ന്. അവിടെ തീരുമാനങ്ങൾ ജഡ്ജസിന്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്കിടയിൽ സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ 2 ദിവസം മുമ്പത്തെ, അതായത് 2ാമത്തെ എപ്പിസോഡിൽ നടന്നൊരു ടാസ്കിൽ അതിനകത്ത് വൈശാഖ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് എന്തുകൊണ്ട് പെൻഡന്റ് കൊടുത്തില്ല, അതേ സമയത്ത് എന്തുകൊണ്ട് രാകേഷിന് കൊടുത്തു. ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. വൈശാഖ് ഒരു കട്ട വയ്ക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ വലിയൊരു കട്ട വെച്ചില്ല എന്നതായിരുന്നു അഖിൽ മാരാർ പറഞ്ഞ റീസൺ. എന്നാൽ രാകേഷ് 2ഓ 3ഓ കട്ടകൾ വയ്ക്കാതെ മിസ്സാക്കിയിട്ടിരിക്കുന്നതും ചിത്രങ്ങളിലും വീഡിയോയിലും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ രാകേഷിന് കൊടുക്കും? ഇന്നലെയും ഇന്നുമൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. രണ്ടാമത് എവിക്ഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ 4 പേരെ ചൂസ് ചെയ്തത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഡേഞ്ചറസ് സോണിൽ വന്ന ആളുകളെ പൂർണ്ണമായിട്ടും ഇതിൽ ഉൾപ്പെടുത്തിയില്ല? അവർ പിന്നെ എന്തിനാണ് ഡേഞ്ചറസ് സോണിൽ പോയത്? അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കയ്യിൽ ബാഡ്ജ് കിട്ടിയ ആളുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരൊറ്റ ടാസ്കിന്റെ മാത്രം ബേസിൽ 4 പേരെ പുറത്താക്കിയത് ശരിയാണോ? ഇങ്ങനെയൊക്കെ ഉള്ള കമന്റുകൾ പലയിടങ്ങളിലും വരുന്നുണ്ട്. ജഡ്ജസ് പറയുന്നുണ്ട് ഒരു ടാസ്കിന്റെ ബേസിൽ മാത്രമല്ല, ഓവറോൾ പെർഫോമൻസിന്റെ ബേസിലാണ് പുറത്താക്കിയത് എന്ന്. പക്ഷേ ആ ഒരു ടാസ്കിൽ പരാജയപ്പെട്ട ടീമിൽ നിന്നുള്ളവർ മാത്രമാണ് പുറത്തായിരിക്കുന്നത്. ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇവരെക്കാൾ മോശമായ മത്സരാർത്ഥികൾ വേറെ ടീമുകളിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ എവിക്ഷൻ പ്രോസസ്സ് ന്യായമല്ല, നീതിയുക്തമല്ല എന്ന തരത്തിലുള്ള ചർച്ചകളും കമന്റുകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇക്കാര്യത്തിൽ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.